സത്യത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റു. കർത്താവ് രാവിലെ, പ്രിയമുള്ളവർ, പോകാൻ ആഗ്രഹിക്കുന്നത്, ഉദാഹരണത്തിന് ഡോക്ടറും കർത്താവും കൂടെ രാവിലെ എഴുന്നേറ്റ്. അപ്പോഴാണ് അവിടെ ലക്ഷംവീട് കോളനിയിലൊരു പെണ്ണ് പ്രസവിക്കാനായിട്ട് അവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഒരു പെണ്ണ് പ്രസവിക്കാനായിട്ട് OP നിൽക്കുന്നു. കർത്താവ് പറഞ്ഞു, ലക്ഷംവീട് കോളനിയിൽ കിടക്കുന്ന പെണ്ണിന് ആരുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക. ഡോക്ടർ പറഞ്ഞു, 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത കേസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ ആരും ഇങ്ങോട്ട് വരികയില്ല. ആര് ജീവിക്കണം? കർത്താവ് ജീവിക്കുവോ? കർത്താവിനെ കൊന്നേച്ച് ഡോക്ടർ OP പോവോ? അതോ കർത്താവ് ജീവിക്കാൻ വേണ്ടി ഡോക്ടർ OP വേണ്ടെന്ന് വെച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൊന്നിട്ട് കർത്താവിൻ്റെ കൂടെ പോകും? നമ്മുടെ ക്രൈസിസ് കണ്ടോ? നമ്മളുമായിട്ട് ക്രിസ്തു യോജിക്കത്തില്ല, അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇവനെ കൊണ്ട് എനിക്ക് ജീവിക്കണം. മനസ്സിലായില്ലേ? ഇതൊരിക്കലും ഭൂഷണമല്ല, പറയുമോ? ഇതൊരിക്കലും എന്ത് ചെയ്യല, ഇതൊന്നിച്ചു പോവുകയില്ല കേസ്. ഇതൊരു ആത്മസംഘർഷത്തിൻ്റെ വലിയ നിമിഷമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആഴങ്ങളുടെ അർത്ഥം കണ്ടെത്തിയാൽ 2-ലൊരു തീരുമാനം നമ്മൾ എടുക്കും. കണ്ടോ, രാവിലെ തന്നെ ഡോക്ടർ OPക്കും പോയി, യേശുക്രിസ്തു കോളനിയിലോട്ടും പോയി. യേശുക്രിസ്തു കോളനിയിൽ ചെന്നപ്പോഴാണ് യേശുക്രിസ്തുവിന് എന്തറിയാൻ മേല, ശസ്ത്രക്രിയ അറിയാൻ മേല. യേശുക്രിസ്തു മൊത്തം നോക്കി. ഞാൻ വലത്തേക്ക് തിരിഞ്ഞ് നോക്കി, ഗൈനോക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. കാരണം എന്താ എല്ലാവരും ബുക്കിങ്ങാണ്. എന്നെ അറിയുന്നവരില്ലെന്ന് ഞാൻ കണ്ടു. ഞാൻ എത്രയോ പേരെ, എത്രയോ എൻട്രൻസ് എക്സാമിന് വേണ്ടി എന്തുമാത്രം പിള്ളേരെ എൻ്റെ മുമ്പിൽ മെഴുകുതിരിയും കത്തിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതാണ്. ഞാൻ അവർക്ക് വേണ്ടി ഇതാ അവർ പരീക്ഷ എഴുതുന്നതിന് മുമ്പിൽ ജ്ഞാനമായി, വെളിച്ചമായി അവരുടെ തലയ്ക്കകത്ത് പ്രകാശിച്ചു. അവൻ്റെ ഒരു ഞരമ്പ് പൊട്ടിയാൽ മതിയായിരുന്നു എല്ലാം തീരാൻ. പക്ഷേ ഒരു ഞരമ്പ് പോലും പൊട്ടാതെ അവൻ്റെ തല ഞാൻ നോക്കി. ഒരാളെ വളർത്തി വലുതാക്കി. വളർന്നു നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന എന്താണ്? ഞങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ? അതുകൊണ്ട് അവൾ ചെയ്യുന്ന ഓപ്പറേഷൻ, ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ. അവൾ കൊടുക്കുന്ന മരുന്ന്, ഞാൻ കൊടുക്കുന്ന മരുന്ന്. അവൾ ചെയ്യുന്ന ശുശ്രൂഷ, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ. പ്രിയമുള്ളവർ, രാവിലെ എഴുന്നേറ്റപ്പം കർത്താവ് പറയാം, എടി നമുക്ക് വേണ്ട കോളനിയിലൊരു ഓപ്പറേഷനുണ്ട്, പോകാം. ഉടനെ നമുക്ക് പോകാൻ പറ്റുമോ? നമുക്കൊരിക്കലും പറ്റുകയില്ല. പ്രിയമുള്ള, നമ്മുടെ സംഘർഷം അതാ. അതോടുകൂടി ക്രിസ്തു മരിക്കാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ ജീവൻ രാവിലെ തന്നെ ഇച്ചിരി പോയി തുടങ്ങി നമ്മളിൽ. അതുകൊണ്ട് ക്രിസ്തു ജീവിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മരിക്കേണ്ടി വരും. നിങ്ങളെല്ലാം കൈപൊക്കി, ഞങ്ങൾ മരിക്കും. നിങ്ങൾ പറഞ്ഞ വാക്ക് ആത്മാർത്ഥമായിട്ട് പള്ളിയിൽ നിന്ന് പറഞ്ഞതാണോ? ഇനി അഥവാ പറഞ്ഞ ഈ വാക്കിനോട് വിശ്വസ്ത പുലർത്താൻ നിങ്ങളെ കൊണ്ടാവുമോ? പ്രിയമുള്ളവരെ, പഠിച്ച് ജോലിയായി റിട്ടയർഡായി ഒരു നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്. മക്കൾ 2 പേരും അമേരിക്കയിൽ. ഇനി വേണേൽ ഇറക്കി നോക്കാം. ക്രിസ്തു ഇങ്ങനത്തെ ഒരു പിതാവ് ഇങ്ങനത്തെ ഒരു ജീവിതം ചോദിച്ചപ്പോൾ റിട്ടയർഡായ ശേഷം ഞാൻ കുരിശേ കയറാൻ തയ്യാറാണ് പറഞ്ഞു. റിട്ടയർമെൻറ്റ് കഴിയട്ടെ, ഞാൻ കുരിശേ കയറാൻ തയ്യാറാണ് പറഞ്ഞു. ഇല്ല, നല്ല 30 വയസ്സ് ഉണ്ടോ, കൊള്ളാവുന്ന പ്രായത്തിൽ അവൻ തെരുവിലേക്ക് ഇറങ്ങി. നല്ല കൊള്ളാവുന്ന പ്രായത്തിൽ അവൻ തെരുവിലേക്ക് ഇറങ്ങി. പ്രിയമുള്ളവർ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെള്ളം കിട്ടാതെ വന്നപ്പോൾ പിള്ളേർ വെള്ളം കുടിച്ച് എവിടുന്നറിയോ?
ജീവൻ നിലനിർത്താൻ വേണ്ടി? എവിടെയെന്നറിയോ? ഒട്ടകം മൂത്രം ഒഴിച്ചപ്പോൾ വാല് പൊക്കി പിടിച്ചിട്ട് വാ പൊളിച്ച്. നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മളിങ്ങനെ ഞെരിച്ചു കൊല്ലുകയാണെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യർ ജീവൻ നിലനിർത്താൻ തുള്ളിവെള്ളത്തിന് ദാഹിക്കുമ്പോൾ തമ്പുരാൻ ആരെങ്കിലുമൊക്കെ പൊക്കും. അതുകൊണ്ടാണ് യാതൊരു വെളിവുമില്ലാതെ കള്ളും കുടിച്ച് നടന്നവനെ പൊക്കിയെടുത്തേച്ച് സുവിശേഷം പറയിപ്പിക്കും. കേരളത്തിനൊക്കെ വെളിയിൽ ഭാരപ്പെടുന്ന എത്ര കുഞ്ഞുങ്ങൾ. ഒരിക്കൽ ഞാൻ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരമ്മ എന്നോട് പറഞ്ഞു, അവന് പള്ളിയിൽ പോകാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്, കൂദാശ, കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതിൻ്റെ ക്ലാസ്സൊക്കെ. അച്ഛൻ അവനെ ആ കുർബാനയുടെ ക്ലാസ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അച്ഛൻ്റെ ആ വെടിക്കെട്ട് കുർബാനയുടെ ക്ലാസ്സില്ലേ, അത് ഇവനിട്ടൊന്ന് കൊടുത്തേ. കാരണം അത് കേട്ട് കഴിയുമ്പം അവനിനി പള്ളിയിൽ നിന്ന് ഇറങ്ങരുത്. അങ്ങനെ കൊച്ചു സ്കൂളിൽ നിന്ന് വന്നു. അവൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിച്ചിരുത്തി. അവൻ്റെ പേരൊക്കെ ചോദിച്ചു. അവൻ്റെ പേരെന്താ? അവൻ പേരൊക്കെ പറ. ഞാൻ പറഞ്ഞു, പള്ളിയിലൊക്കെ പോകാറുണ്ടോ? ആ, ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്. വേദവസം വായിക്കാറുണ്ടോ? ഉണ്ട്. ഞാനൊരു 5-6 വാക്യങ്ങളൊക്കെ ചോദിച്ചു. അവന് ബൈബിളിൽ നിന്ന് തുറന്ന് വാക്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നീ എത്ര നേരം പ്രാർത്ഥിക്കും? അന്നേരം അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷം വന്നാൽ ഉടനെ മുറി കയറി കുറ്റിയിട്ടിട്ട് യേശു അപ്പായോട് പ്രാർത്ഥിക്കും. യേശു അപ്പ എന്നോട് പറയും, സാരമില്ല മോനെ പോട്ടെ. ചിലപ്പോൾ എന്നോട് പറയും, ശരിയായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങ് തിരുത്തും. മമ്മിയോട് വന്ന് ഞാനങ്ങ് സോറി പറയും. ചേട്ടാ, ഈ കൊച്ച് ക്രിസ്തുവുമായിട്ടുള്ള നല്ല അഭേദ്യ ബന്ധത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ പറ്റിയാന്നൊരു സോറി എന്ന് പറയാറുണ്ട്. പള്ളി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, മുറി കയറുന്നു, വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ പള്ളിയിൽ പോകാത്തത്? ഉടനെ അവർ പറഞ്ഞു, ആ പയ്യൻ പറയുകയാണ്, പള്ളി വരുന്നവരെല്ലാം യേശുവപ്പായെ മാനസികമായിട്ട് കണ്ടമാനം വേദനിപ്പിക്കുകയാണ്, അത് താങ്ങാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പള്ളിക്കകത്തുനിന്ന് ബഹളം വെക്കുക, വഴക്ക് പിടിക്കുക, അച്ഛനെ വേദനിപ്പിക്കുന്നു, അച്ഛനെ ചീത്ത പറയുന്നു, അച്ഛൻ പോകുമ്പോൾ മാറുന്നുണ്ട്, കുറ്റം പറയുന്നു. അതൊക്കെ ശരിയാണോ അച്ഛാ? അങ്ങനെ ചെയ്യുമ്പോൾ യേശുവപ്പായ്ക്ക് വേദനയാകുകയില്ലേ? എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര മനപ്രയാസമാണ്. ഇവരല്ല എന്നെ ഇങ്ങനെ. അതുകൊണ്ട് ഈ പ്രായമായവരുടെ പള്ളി എനിക്ക് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാലത്ത് ക്രിസ്തുവിനെ നിഷേധിക്കുകയില്ല, നിങ്ങളെ നിഷേധിക്കും. നിങ്ങളുടെ കൂടെ നിങ്ങൾ വിശ്വസിച്ച വിശ്വാസത്തെയും അവർ ത്യജിക്കും, നന്നായി ജീവിച്ചില്ലെങ്കിൽ. പത്രങ്ങളിലും ഫേസ്ബുക്കുകളിലും എത്ര ആർജവത്തോടു കൂടിയാണ് പരസ്പരം കരിവാക്കരി തേക്കുന്നതും പരസ്പരം ചെളിവാരി എറിയുന്നതും. ഓർത്തുകൊള്ളുക, നിങ്ങൾ ക്രിസ്തുവിനെ കൊല്ലുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ കൊല്ലുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവനായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ജീവിതം ക്രിസ്തുവും എനിക്ക് മരണം നേട്ടവുമാണ്. ഞാൻ ക്രിസ്തുവിനെ പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതാണ് കാരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മരിച്ചാലേ ആരുണ്ടാവൂ? ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഞാൻ വേണോ ക്രിസ്തു ജീവിക്കണം? ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ജീവിക്കണോ ക്രിസ്തു ജീവിക്കണം? ഞാൻ മരിക്കണോ ക്രിസ്തു മരിക്കണോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ. അതിന് ഈ ധ്യാനത്തിൽ നിങ്ങൾ ഉത്തരം കൊടുത്താൽ നിങ്ങൾ അഭിഷേകമുള്ള വ്യക്തിയായി. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? അങ്ങനെ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, കർത്താവും ജീവിക്കട്ടെ,
ഞാനും ജീവിക്കും. രണ്ടും കൂടെ നടക്കുകയില്ല. ജീവിക്കാം എങ്ങനെ? ക്രിസ്തുവിനെ ഈ ഹൃദയത്തിൻ്റെ കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ട് നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിനെ, നമ്മുടെ ഉള്ളിൽ വന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൻ്റെ ഈ കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ പൂട്ടിയിട്ടാൽ എന്നാ പറ്റുമെന്നറിയോ? ക്രിസ്തുവിനപ്പുറത്തൊരു ദൈവമില്ലാത്തത് കൊണ്ട് നീ ജീവിതത്തിൽ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമല്ലോ. ഡോക്ടർ ഒപ്പിയിലെ എല്ലാ ആളെ നോക്കി എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കൊച്ച് അത് ജീവനും മരണത്തിനും വരെ നിരങ്ങുക. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മളെ ടെൻഷനിലായി. നമുക്കൊരാഗ്രഹം, ഈ കൊച്ച് ജീവിച്ചാൽ കൊള്ളാം. ജീവൻ കൊടുക്കാൻ കഴിവുള്ളവരാരാ? ക്രിസ്തു. നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ഈ കൊച്ചിനെ സ്പർശിക്കണമേ, സുഖപ്പെടുത്തണേ. അങ്ങനൊരു കർത്താവ് ഉണ്ടോ മേളി? ഇല്ല. എവിടെ ഇരിക്കുക? ഇതിനകത്ത് പൂട്ടിയിട്ടിരിക്കുക. നമ്മൾ സ്വതന്ത്രരാണ്, ക്രിസ്തു പൂട്ടപ്പെട്ടിരിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ പൂട്ടപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തു അകത്തുനിന്ന് പറയും, എന്നെ ഒന്ന് അഴിച്ചുവിട്, എൻ്റെ കൈയും കാലും ഒന്ന് അഴിച്ചുവിട്, എന്നെ ജീവിക്കാനൊന്ന് അനുവദിക്ക്, എന്നെ ഒന്ന് പ്രവർത്തിക്കാൻ അനുവദിക്ക്. നീ എന്നെ കെട്ടിയിട്ട് എൻ്റെ കൈ പൊക്കാൻ മേല, എൻ്റെ കാല് പൊക്കാൻ മേല. എത്ര വർഷമായി മാമോദീസ മുങ്ങിയിട്ട്? ഇത്രയും കാലമായതുകൊണ്ട് 10, 35, 40 വർഷമായിട്ട് കയ്യും കാലും കെട്ടിയിട്ട് എൻ്റെ കയ്യും ചോട്ടിച്ച് കാലും ചോട്ടിച്ച് ഇതാ ക്രിസ്തു മരണാസന്നനായി നമ്മുടെ ഉള്ളിൽ, ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ കഴിയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ജീവിക്കാൻ അനുവാദമില്ലാതെ ബന്ധിതനായി, കണ്ണുകൾക്ക് കാഴ്ച മങ്ങി, കാണാൻ അനുവദിക്കുന്നില്ലല്ലോ, കണ്ണ് കെട്ടിയിട്ടിരിക്കുക. അതുകൊണ്ട് കാഴ്ച മങ്ങി, കേൾവി മങ്ങി, കൈകാലുകൾ ശോഷിച്ച് നമ്മുടെ ക്രിസ്തു ജീവച്ചാവം പോലെ. പിന്നെങ്ങനെ രോഗി സുഖപ്പെടും? ഈ സഭാ സമൂഹത്തിൽ എങ്ങനെ സുവിശേഷത്തിൻ്റെ ശക്തി പ്രകടമാകും? അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ബന്ധിക്കപ്പെടണം ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടല്ലേ നമ്മളൊരു പാട്ട് പാടാറുണ്ട് അവസാനം, ഭക്തിമയന്മാരാരെ നോക്കി വിറച്ചിടുന്ന എന്ന പാട്ടിൽ പറയുന്നുണ്ട്, പട്ടക്കാരനെ കുറിച്ച് പറയുന്നതാണ്, കെട്ടപ്പെട്ടവനാമെന്നുള്ളൊരു പട്ടക്കാര വന്നിടുക സമാധാനത്താലെ കുറിയലായിസോ ഉണ്ടോ? അപ്പോൾ കെട്ടപ്പെട്ടവൻ, പുരോഹിതനെ കുറിച്ചുള്ള വാക്ക് കെട്ടപ്പെട്ടവൻ. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. ക്രിസ്തുവിനെ ജീവിക്കാൻ വേണ്ടി കെട്ടപ്പെട്ട മനുഷ്യൻ, അതാണ് പുരോഹിതൻ. പുരോഹിതൻ ബന്ധിതനാകുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എന്തൊക്കെയാണ് പുരോഹിതൻ്റെ ബന്ധനം? ഈ കുപ്പായം തന്നെ ഒരു ബന്ധനമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ചുവന്ന കുപ്പായമൊക്കെ ഇട്ട്, ഇവിടെ സ്ഥലത്തിൻ്റെ ശകലം പ്രശ്നമുണ്ട്. ഞാൻ പാർലമെൻറ്റിൻ്റെ വാതിക്കലോട്ട് ചെന്നു. അപ്പോഴാണ് അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. ഞാനവിടെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി. ആളുകൾക്ക് മനസ്സിലായത് ബിഷപ്പാന്ന് മനസ്സിലായില്ല. ബിഷപ്പുമാരും അങ്ങനെ വരാറില്ലല്ലോ, കെട്ടപ്പെട്ടവനല്ലേ. നമ്മൾ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ കയറൂരി വിട്ടാൽ ക്രിസ്തു ബന്ധിക്കപ്പെടും. ബന്ധിക്കപ്പെട്ടാൽ കുറേ നാൾ കഴിയുമ്പോൾ അവൻ മരിക്കും. മരിച്ചാൽ പിന്നെ ഈ സഭ ഉണ്ടാവില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ സഭ അസ്തമിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇതാ ജനം കയറൂരപ്പെട്ടു, പുരോഹിതന്മാർ കയറഴിച്ചു വിടപ്പെട്ടു. അതോടുകൂടി ക്രിസ്തു ബന്ധിതനായി തീർന്നു. അവസാനം ക്രിസ്തു ഇല്ലാതായി അവരുടെ ഇടയിൽ. ക്രിസ്തു മരിച്ചു. അതോടുകൂടി സഭ അഴിഞ്ഞുപോയി. ഇപ്പോൾ ആർക്കും പള്ളിയിലും പോകണ്ട, പ്രാർത്ഥിക്കുകയും വേണ്ട. ശനി ഞായർ അവധി. എങ്ങനെ കിട്ടിയത് ഈ അവധി? ഈ ഞായർ അവധി ക്രിസ്തുവിനെ പ്രതി കിട്ടിയതാണ്. ആ ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ആകുമ്പോഴേക്കും ഉള്ള ചില്ലറ മുഴുവൻ മേടിച്ചുകൊണ്ട് വന്ന് സായിപ്പ് മദാമയുടെ കള്ളു പഠിച്ച് പൂസായി. അതങ്ങനെ. പിന്നെ സ്കൂട്ടറെ കയറി കുറേ എണ്ണം അങ്ങോട്ട്, ബോട്ടെ കയറി കുറേ എണ്ണം ഇങ്ങനെ, കുറേ എണ്ണം വീട്ടിൽ കിടന്ന് ഉറങ്ങി. ദേവാലയങ്ങളെല്ലാം ശൂന്യമായി. ഇത് യൂറോപ്യൻ രാജ്യത്തിൽ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൂടാ? ഇപ്പം തന്നെ ആൾ പറഞ്ഞില്ലേ, ഞാൻ പല പള്ളികളുടെയും ലിസ്റ്റ് എടുത്തിട്ട് ചോദിക്കും, നിങ്ങളുടെ പള്ളിയിൽ എത്ര ഇടവകയുണ്ട്? അപ്പോൾ പറയും 40 ഇടവകയുണ്ടെങ്കിൽ 4 പേര് കുച്ച് 4 16 160 പേര് പള്ളിയിലുണ്ടോ?
അന്നേരം പറയും 65 പേരൊക്കെ വരും, ബാക്കി എന്ത് ചെയ്യും? ഞാനൊരു യൂത്ത് അസോസിയേഷൻ്റെ പ്രോഗ്രാം നടത്തി. യൂത്ത് അസോസിയേഷൻ്റെ ആദ്യത്തെ ക്യാമ്പ് വെക്കുകയാണ്. 25 പേരുണ്ട്. ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അല്ലേ എത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ അച്ഛന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ ഓരോരുത്തരും പള്ളിയിലെ ലിസ്റ്റ് എടുക്കുക. എല്ലാം ലിസ്റ്റ് കളക്ട് ചെയ്തു. യൂത്തിൻ്റെ പ്രായമുള്ളവരെ എടുത്തു കഴിഞ്ഞപ്പോൾ 1000 കുടുംബമുള്ള പള്ളിയിൽ 700ഓളം പേർ യൂത്തിൽ വരേണ്ടവരാണ്. 700ഓളം പേർ. 1000 ഇടവകയുള്ളൊരു ഭദ്രാസനത്തിലെ 600-700 പേര് 18-നും 40-നും ഇടയിലുള്ളവൻ യൂത്ത് അസോസിയേഷനിൽ വരേണ്ടി വരാം. ഒരു എൻ്റെ ഏറ്റവും ചെറിയ ഭദ്രാസനത്തിലെ കാര്യം ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞ 700ഓളം പേര് യൂത്ത് അസോസിയേഷൻ മെമ്പറാണ്. അതിലൊരു 250ഓളം പേര് കേരളത്തിന് വെളിയിലോ പുറത്തോ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, അങ്ങനൊരു കണക്ക് എടുത്ത് പള്ളികൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ ഈ സഭയുടെ സ്വന്തമാണ്. പ്രിയമുള്ള, അടുത്ത പ്രാവശ്യം പ്രോഗ്രാം വെച്ചപ്പം പള്ളി നിറച്ചാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളി നിറച്ചൊന്നും ആൾ വരാമെന്നാ പോരാ, മുഴുവൻ പേരും വരണം. പ്രിയമുള്ളവർ, എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ 1-2 പേര് പള്ളിയിൽ പോയാൽ പോരാ, മുഴുവൻ പേരും പോകണം. വല്ലപ്പോഴും പോയാൽ പോരാ, എന്നും പോകണം. അപ്പോഴൊക്കെ ക്രിസ്തു കൂടിയുണ്ട്. പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും ജനത്തിന് ബോധ്യപ്പെടുത്തുന്നൊരു ധ്യാനം പള്ളി നടക്കാൻ പോകുമ്പോൾ അവിടെ യേശു ക്രിസ്തു എങ്ങോട്ട് പോവും? പള്ളിയിലോട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ശുശ്രൂഷകരെ അവിടെ കാണണം. കണ്ടോ ക്രൈസിസ് കണ്ടോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ 24 മണിക്കൂറും പള്ളിയിലിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സഭാ നിയമങ്ങളെക്കുറിച്ച് നോക്കണം. കുടുംബജീവിതത്തിൻ്റെ കടമകൾ, പള്ളിയിലെപ്പോൾ പോകണം, പ്രാർത്ഥിക്കാനെപ്പോൾ പോകണം, കടപ്പെട്ടിരിക്കുന്ന ദിവസം എങ്ങനെ, അതാണ് സഭ വേർതിരിച്ചിരിക്കുന്നത്. ഞായറാഴ്ചകളിലും മോറോനായ പെരുന്നാളുകളിലും ഇതാ ഒരു ക്രിസ്ത്യാനി പള്ളിയിലുണ്ടായിരിക്കണം. കണ്ടോ? നീ കെട്ടപ്പെട്ടവനാണോ, നീ പള്ളിയിലുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം, യേശു ജീവിക്കണോ, നമ്മൾ ജീവിക്കണം. യേശു മരിക്കണോ, നമ്മൾ മരിക്കണം. എന്നിൽ യേശു ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ബിസിനസ് നടത്തുകയാണെന്ന് വിചാരിച്ചു. അരിക്കച്ചവടമാണ്. പ്ലാസ്റ്റിക് അരിയുണ്ട്, ഒറിജിനൽ അരിയുണ്ട്. നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുന്ന പ്ലാസ്റ്റിക് അരി ആണെന്ന് തിരിച്ചറിഞ്ഞ് വിലക്കുറവാണ്. 5 രൂപയ്ക്ക് കിട്ടും, 40 രൂപയ്ക്ക് കൊടുക്കാം. മുട്ട ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയും കിട്ടും, ഒറിജിനൽ മുട്ടയും കിട്ടും. നമ്മുടെ കടയിൽ ഏത് കച്ചവടം നടത്തും? ക്രൈസിസ് അല്ലേ? ഇന്നലെ ഒരാളെന്നോട് പറയുകയാണ്, ക്രിസ്തീയ മൂല്യങ്ങളോടുകൂടി ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ ഞാൻ പാടുപെടുക. ക്രിസ്തു ജീവിക്കാൻ പാടുപെട്ടെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഈ ഭൂമിയിൽ ഈസിയായി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, പാടുപെടേണ്ടി വരും. ഒരു വലിയ ക്രൈസിസാണ്. എല്ലാവർക്കും ഉണ്ടാ ക്രൈസിസ്, എനിക്കും ഉണ്ടാ ക്രൈസിസ്. പാടുപെടുക പ്രിയമുള്ളവരെ, പല കാര്യങ്ങളിലും പാടുപെടുക. ഞാൻ അച്ഛനായിരിക്കുന്ന കാലത്ത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കിട്ടിപ്പോയി. അതാണ് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോടെ കല്യാണം ഞാൻ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന പെണ്ണാണ്. കല്യാണം എടുത്തു. ഞാൻ ചോദിച്ചു, എന്നാ കല്യാണം വിളിക്കാൻ വന്നതാണ്. അത് ഞായറാഴ്ച കല്യാണം. എനിക്കന്ന് ധ്യാനമൊന്നുമുള്ള സമയമല്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്നാ ഈ ഞായറാഴ്ച കല്യാണം? ഉടനെ തമ്പുരാൻ പറഞ്ഞു, നിന്നെ പള്ളിയിലേക്ക് വിട്ടിരിക്കുന്നത് ബലിപീഠ ശുശ്രൂഷ ചെയ്യാനാണ്, ആ ജനത്തിന് വേണ്ടി. 40 50 അല്ല 10 75 പേരിൽ കുറവേ ഉള്ളൂ ആ പള്ളി വരത്തുള്ളൂ. പക്ഷേ ആ പള്ളിയിൽ ഞായറാഴ്ച ബലിയർപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷ സമയമാണ്. കൊച്ചച്ഛനായിരുന്നുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തമ്പുരാനോട് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞ്, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ബലിപീഠമാണ്, ഞായറാഴ്ച ഇവിടെ ബലി അർപ്പിക്കണം, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും കല്യാണം തീരും. അവരെ എനിക്കൊരു മാർഗം പറഞ്ഞു തന്നു. വേറെ ഏതെങ്കിലും ഒരു അച്ഛനെ ഏൽപ്പിച്ചു പോ,
അപ്പോൾ എനിക്ക് അവിടെ ഒരു അച്ഛനെ കിട്ടാനില്ല. പിന്നുള്ളത് ചെവി കേൾക്കാൻ മേലാത്ത റിട്ടയർഡ് ആയിട്ടുള്ള അച്ഛൻ. അങ്ങനെ ഒരു അച്ഛനെ ഞാൻ ഒരു ഞായറാഴ്ച ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? ഞാൻ തീരുമാനിച്ചു, കല്യാണത്തിന് ഞാൻ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം തിങ്കളാഴ്ചത്തേക്ക് മാറ്റുക. എൻ്റെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, തിങ്കളാഴ്ച വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലിയുള്ള അവളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വരണമെങ്കിൽ ഞായറാഴ്ച പറ്റൂ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ വേണോ കൂട്ടുകാരികൾ വേണോ എന്ന് അവളോട് ചോദിക്കാൻ പറയും. അവരൊരു തീരുമാനമെടുത്ത് കൂട്ടുകാരികൾ മതിയെന്ന്. ഞാൻ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തായി. പിന്നീട് പ്രിയമുള്ളവരെ, മരിക്കുന്നത് വരെ സ്നേഹത്തോടെ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടില്ല. എന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി. എൻ്റെ മുഖത്തോട്ട് പോലും വഴി വെച്ച് കണ്ടാൽ പോലും അവർ നോക്കാതായി. കണ്ടോ, എന്നെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഇല്ലാതെ ഒരു കാലയളവ് മുഴുവൻ എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ള പല മനുഷ്യരുമുണ്ട്. എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ച് ഒരു അഭിപ്രായമില്ല. കാരണം എന്താണെന്നറിയോ? ഈ ഒരു സംഭവമാണ്. ക്രിസ്തു ജീവിക്കാൻ അനുവദിച്ചതിന് ഞാൻ മരിക്കേണ്ടി വന്നു. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ ജീവൻ കൊടുക്കേണ്ടി വന്നു ക്രിസ്തുവിനെ ഈ കാലം വരെ കൂടെ കൊണ്ടുപോകാൻ. പ്രിയമുള്ളവരെ, ഇന്ന് തൈലാഭിഷേകം, രോഗശാന്തി, ക്യാൻസർ, എന്ത് സന്തോഷമാണ്. ഇത്രയും കാലം കൂടെ കൊണ്ടു നടക്കാൻ ഒത്തിരി മരിക്കേണ്ടി വന്നു. പല ബന്ധങ്ങളും തകർന്നു. പലരും എന്നെ ഒഴിവാക്കി തുടങ്ങി പല സ്ഥലങ്ങളിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ ഇരുന്ന്, ഈ ക്രിസ്തുവിൻ്റെ കൂടെ ലഭിച്ച ആയുസ് മുഴുവൻ പോകാൻ ഇനി എന്തുമാത്രം മരിക്കണം, ഇനി എന്തോരം മരിക്കണം നമ്മൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയാണോ ക്രൈസ്തവ ജീവിതം? ആണോ? അല്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. അത്ര എളുപ്പമല്ല പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിലെ പഴയ പിതാക്കന്മാർ കാടുകളിലേക്ക് ഓടിയത്? അത്ര എളുപ്പമല്ല. അത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണ്. ഇന്ന് ഞാനൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് വരിക. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്നൊരച്ഛൻ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ഏതോ ഒരു പള്ളിയിലെ ഒരു റംബാച്ചനെ കുറിച്ചാണ്. 1000 വർഷം മുമ്പ് സിറിയയിൽ നിന്ന് നാട്ടിൽ വന്ന ഒരു റംബാച്ചൻ്റെ കബറിടം തെക്കൻ മദ്രാസ് എന്ന ഏതോ പള്ളിയിലുണ്ട്. 1000 വർഷം മുമ്പ് ഇവിടെ വന്നയാൾ. കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, 1000 വർഷം മുമ്പ് ഒരു റംബാച്ചൻ സിറിയ എന്ന കപ്പലെ കയറി കഴിഞ്ഞാൽ പാക്കപ്പൽ എങ്ങോട്ടായിരിക്കും? വന്ന് പാക്കപ്പലായിരിക്കുമല്ലോ. കാറ്റടിക്കുന്നിടത്തോടെ കപ്പൽ പോയി, കടലിൻ്റെ ആഴത്തിലേക്ക് കപ്പൽ പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, ഈ വള്ളം ഈ ഇന്ത്യയിൽ എത്തുമെന്ന് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടോ? ഒരു ഗ്യാരണ്ടിയില്ല. എന്നിട്ടും ഒരു മനുഷ്യൻ ഭാഷ അറിയാൻ മേല, മൊബൈൽ ഫോണുകളില്ല, തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഒരു ഉറപ്പുമില്ലാഞ്ഞിട്ടും ഒരു റംബാച്ചൻ അവിടുന്ന് കയറി കാറ്റടിച്ച് എത്രയോ പേരങ്ങനെ, എത്ര കപ്പൽ മറിഞ്ഞു കാണും, എത്ര പേര് മരിച്ചു, എത്ര സിറിയൻ പിതാക്കന്മാർ മരിച്ചിട്ടുണ്ടാകും. പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ പിതാക്കന്മാർ വന്നിട്ടുണ്ട്. എത്ര പേര് മരിച്ചിട്ടുണ്ടാകും. അവരെ ആരെയും ലോകം അറിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തിന് ലോകമെന്ന് അറിയാം. നിങ്ങൾക്കറിയാമായിരുന്നു? ഇല്ലല്ലോ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഭാഷ അറിയാൻ മേലാത്ത സ്ഥലത്ത് നടത്തി 3 or 4 പള്ളി അദ്ദേഹം സ്ഥാപിച്ചെന്നാണ് പറയുന്നത്. അതിലൊന്ന് കടമറ്റം പള്ളിയാണെന്ന് പറയുന്നു. ഒന്നാലോചിച്ച് നോക്കിയേ, 1 or 2 പള്ളി സ്ഥാപിക്കാൻ വേണ്ടി ഭാഷ അറിയാൻ മേലാത്ത ഈ സ്ഥലത്ത് വന്ന് 1 വർഷമൊക്കെ എടുത്തുകയാണ് ഇവിടെ എത്താൻ. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ചൊവ്വാഴ്ച ആയപ്പോൾ കയറിപ്പോയതാണ്. ശനിയാഴ്ച ആയപ്പോൾ ഇവിടെ എത്തി. പ്രിയമുള്ളവർ, 1 വർഷം എടുത്തുകയാണ്. അപ്പോൾ എന്ത് ത്യാഗമാണ് ഈ സഭ നിലനിൽക്കാൻ ഇവർ ജീവിതം മരിച്ച് നമുക്ക് നൽകിയത്. സുറിയാനി സഭാപിതാക്കന്മാർ സഭയെ നിലനിർത്താൻ, നമ്മൾക്ക് ഈ സഭയെ തരാൻ വേണ്ടി സ്വയം മരിച്ചവരാണ്. ഈ സഭ നമ്മുടെ കയ്യിലിരിക്കുക. ഇപ്പം നമ്മളെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സഭയിൽ ക്രിസ്തുവിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ മരിക്കണോ വേണ്ടോ എന്നാണ് തീരുമാനിക്കേണ്ടത്. എന്നാൽ അപ്പോസ്തലന്മാരിൽ ഒരുവൻ ഇങ്ങനെ ചിന്തിച്ച്, എന്തായാലും ക്രിസ്തു നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഇവനെ നമുക്ക് എന്ത് ചെയ്തേക്കാം?
ഉപയോഗിക്കാം. ക്രിസ്തുവിനെ നമുക്ക് ഉപയോഗിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. ആളുകൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളിലേക്ക് അപ്പോസ്തലന്മാർ പറഞ്ഞു, ദേ നിന്നെ ജനം അന്വേഷിക്കുന്നു, വാ. ഉടനെ യേശു പറഞ്ഞു, എനിക്ക് വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചല്ലോ ഇന്നലെ. വേറെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, തലവേദന പനിയുണ്ട്, വാ. ആളുകളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ജനത്തോടുള്ള സ്നേഹം കൊണ്ട് ക്രിസ്തു അവരെയൊക്കെ സുഖപ്പെടുത്തി. അങ്ങനെ സുഖപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അതിനകത്തൊരു അപ്പോസ്തലൻ, എല്ലാത്തിനും അത്ര വെളിവുള്ള പാർട്ടികളല്ല, ഒരാളെ വള്ളവും വലയും അവിടെ വഴിക്ക് എറിഞ്ഞാച്ചാ പോകുന്നത്. അപ്പം തന്നെ ആലോചിക്കണം പുള്ളിയുടെ വിവരം എത്രയുണ്ട്. യേശു പറഞ്ഞ് പോരെന്ന് പറഞ്ഞ് പോരാൻ പറഞ്ഞ ഉടനെ വള്ളം ഏറ് വെച്ച് കൊടുത്തേച്ച് കെറിയും. ഒന്നാലോചിച്ച് നോക്കി അദ്ദേഹത്തിൻ്റെ വിവരം എന്നാണ്. സത്യത്തിൽ അവൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ആ വള്ളമൊക്കെ ഒന്ന് സൈഡിൽ അടുക്കി വെച്ച് എണ്ണയൊക്കെ തൂത്തച്ച് പോരുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ ഈ വള്ളം വന്നെടുക്കരുത്. എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ ഈ വള്ളം വന്ന് പിന്നെ എടുത്ത് നമുക്ക് മീൻ പിടിക്കാൻ പോകാൻ മതി. അത് ചെയ്തില്ല പത്രോസ് അപ്പോസ്തലൻ. അത്രയ്ക്കുള്ള വിവരമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളാണേലോ വള്ളമൊക്കെ എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചേച്ച് പറയുന്നത്, ഞങ്ങളെപ്പോഴേലും വരും, കർത്താവിന് എന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ ഞങ്ങളിങ്ങ് പോരും. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ ഇരുന്ന അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെ ഇരുന്ന അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ്, പണ്ട് തിരുമേനി അച്ഛനായിട്ട് ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ആഴ്ചയിൽ അച്ഛൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഞാനൊരു കൊച്ചച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാര്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അത്രയൊന്നും പറയണ്ടായിരുന്നു, കാരണം ഇവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല എന്നായി. മറ്റൊരു ഓപ്ഷനില്ല നോക്കാൻ പറ്റുള്ളൂ, ക്ലച്ച് പിടിച്ചില്ല എന്നായി. അപ്പോൾ ഞാനതൊന്നേരം ഓർത്തു, നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, ക്ലച്ച് പിടിച്ചില്ല എന്നായി. പത്രോസ് അപ്പോസ്തലൻ അത്രയും പോലും ഓർത്തില്ല. അതാണ് പത്രോസ് അപ്പോസ്തലൻ്റെ മനസ്സ്. എന്തുകൊണ്ട് പത്രോസ് ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഓർക്കണം. വിവരമുള്ളതുകൊണ്ടല്ല പ്രിയമുള്ളവർ. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നതുകൊണ്ടല്ല, കഴിവുണ്ടായിരുന്നതുകൊണ്ടല്ല, പിന്നെന്താ, ഒരു നല്ല മനസ്സുണ്ടായിരുന്നതുകൊണ്ട്. Testimony